ഈ വരുന്ന 22-ാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ തിരിച്ചറിയുന്നുണ്ട് കൃത്യമായിട്ടും രാജ്യസ്നേഹികൾ ആരൊക്കെ, രാജ്യദ്രോഹികൾ ആരൊക്കെ എന്നുള്ളത്. 1400 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു തർക്കമന്ദിരം, അതായത് അയോധ്യ, രാമന്റെ ജന്മഭൂമിയായിട്ടുള്ള അയോധ്യയിൽ രാമക്ഷേത്രം തകർത്തുകൊണ്ട് അതിന്റെ മുകളിൽ അധിനിവേശ ശക്തിയുള്ള ഇസ്ലാമിസ്റ്റ് ബാബർ എന്ന് പറയുന്ന ഒരു സ്വവർഗരതിക്കാരൻ, ആ സ്വവർഗരതിക്കാരൻ അയാളുടെ സ്വവർഗരതിക്കാരന്റെ ഇണയായിരുന്ന ബാബർ എന്ന് പറയുന്ന ഒരു ചെക്കൻ, ഇപ്പോഴത്തെ മദ്രസ കുണ്ടന്മാർ ആ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആ മദ്രസ കുണ്ടൻ എങ്ങനെയോ ചത്തുപോകുന്നു. അവന്റെ ഓർമ്മയ്ക്കായിട്ട് അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ മകുടിയൊക്കെ തകർത്തുകൊണ്ട്, അതിന്റെ ആ തലപ്പാവൊക്കെ തകർത്തുകൊണ്ട് അവിടെ ഇസ്ലാമിക ദുഷ്ടതയുടെ ആ കൊടുമുടി അങ്ങനെ ചാർത്തി വെക്കുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് 400 വർഷത്തിലധികം വരുന്ന ആ ഒരു പഴക്കമുള്ള തർക്കമന്ദിരം പിന്നീട് സ്വാഭിമാനി ഹൈന്ദവരുടെ ക്ഷമ കെട്ട നിമിഷത്തിൽ ഏകദേശം 1 മിനിറ്റിനുള്ളിൽ തന്നെ തകർത്ത് തരിപ്പണമാകുന്നു. എന്നിട്ടും വീണ്ടും കാത്തിരുന്നു നമ്മൾ പതിറ്റാണ്ടുകൾ അവിടെ കോടതി വിധിയിലൂടെ തന്നെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനായി. എന്നിട്ടോ അത്തരത്തിൽ സുപ്രീം കോടതിയുടെ കൃത്യമുള്ള തെളിവ് സഹിതമുള്ള വിധി പ്രകാരം അവിടെ അയോധ്യ ക്ഷേത്രം ഉയർന്നു. ആ ഉയർന്ന അയോധ്യ ക്ഷേത്രത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടത്തെ രാജ്യത്തെ 6.5 പതിറ്റാണ്ട് കട്ടുമുടിച്ച അടിമ കോൺഗ്രസ്, ഗണ്ടി കോൺഗ്രസ്സുകാരും ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് നരഭോജികളും ഇസ്ലാമിക കൊടും ഭീകരവർഗവും ഒക്കെ ഇന്നിപ്പോൾ അതിനെതിരെ നിലകൊള്ളുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് സ്വാഭാവികം മാത്രമാണ്. കാരണം ഞമ്മന്റെ ആളുകളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞമ്മന്റെ ആളുകളുടെ സ്വഭാവം എന്താവുമെന്ന് നമ്മൾക്കറിയാം. അതിൽ നമ്മൾ ആരും ഒരു സ്വാഭിമാനി ഹിന്ദുവും അതിൽ അസ്വാഭാവികത കാണുന്നുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ കൃത്യമായിട്ടും ഒരു മുസ്ലിം യുവതി തന്നെ, മലയാളി മുസ്ലിം യുവതി തന്നെ കൃത്യമായിട്ടും പറയുന്ന വാക്കുകളുണ്ട്. അത് കേൾക്കേണ്ടത് തന്നെയാണ് മക്കളെ. അതൊന്ന് കേട്ടു നോക്കും. ഗംഭീരമാണ്, അതിഗംഭീരമാണ്. നമസ്കാരം. ഇനി 11 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ ശ്രീരാമ പട്ടാഭിഷേകത്തിന്, ഭാരതത്തിന്റെ ഉത്സവത്തിന് വേണ്ടിയിട്ട്. എന്ത് വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടെങ്കിലും സമർപ്പണ ബോധത്തോടെയും ശക്തിയോടെയും രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട് ഇതിൽ എന്നുള്ളത് വളരെ സന്തോഷമാണ്. അപ്പോൾ സമർപ്പണത്തിൻ്റെയും ശക്തിയുടെയും കാര്യം പറയുമ്പോൾ നമ്മൾക്ക് രാമചരിതത്തിൽ, രാമായണത്തിലെ രാമനെ പറയുമ്പോൾ നമുക്കൊരാളെ മറന്നുകൂടാ. ആരെയാണത്? ഹനുമാൻജി, വായുപുത്രനായ ഹനുമാൻജിയെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കാരണം രാമന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു വ്യക്തി, രാമനെ ലോകത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി എന്നാണ് ഹനുമാൻജിയെ നമ്മൾ അറിയുന്നത്. ഹനുമാൻജിയുടെ ഒരു ക്ഷേത്രം ഡൽഹിയിൽ ഒരു പഴയ മന്ദിരമുണ്ട്. ചൊവ്വാഴ്ചകളിൽ അവിടെ ജനങ്ങളെ തിരക്കായിരിക്കും. അങ്ങോട്ട് കയറാൻ 2 മണിക്കൂറൊക്കെ എടുക്കുക ക്യൂ ഒന്ന് ക്ലിയർ ഹനുമാൻ ഭക്തർ അവിടെ കയറുന്നത്. അപ്പോൾ ഞാനും പോവാറുണ്ട് ആ ക്ഷേത്രത്തിൽ എല്ലാ ആഴ്ചയും. അപ്പോൾ ഹനുമാൻജിയെ പറ്റി പറയാതെ നിവൃത്തിയില്ല. ഹനുമാൻജിയെ പറയുമ്പോൾ നമ്മുടെ ഏറ്റവും ആദ്യം ഓർമ്മ വരിക, രാമൻ യുദ്ധക്കളത്തിൽ കിടക്കുമ്പോൾ, മുറിവുകൾ പറ്റി കിടക്കുമ്പോൾ മരുന്നിന് വേണ്ടിയിട്ട് മൃതസഞ്ജീവനി വേണം പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിട്ട് ഒരു മല തന്നെ എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന മൃതസഞ്ജീവനികളെ അത്രയും ശക്തനായിരുന്നു എന്നാണ് അവിടെ തെളിയിക്കുന്നത്. അതുപോലെ സീതയെ രാവണൻ ലങ്കയിലേക്ക് കട്ടുകൊണ്ടുപോയപ്പോൾ ആ രാമൻ്റെ അനുവാദം പോലും ചോദിക്കാതെ ലങ്കയിൽ പോയി സീത എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് സീതയുടെ അവസ്ഥ എന്ന് കിട്ടി ഇവിടെ വന്ന് രാമന് പറഞ്ഞു കൊടുത്ത അതാണ് ആ ആത്മാർത്ഥത. അതാണ് ഹനുമാൻജി ഒരു നല്ലൊരു സംഗീതജ്ഞനും കൂടിയായിരുന്നു. കാരണം അതിനൊരു കഥ ഉണ്ട്. നാരായണ ഭജനം പാടി വീണയുമായിട്ട് നടക്കുമ്പോൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഗായകനെന്ന് അഹങ്കരിച്ച് നടന്ന നാരദനുമായിട്ടുള്ളൊരു കഥ ഉണ്ട്. ഒരിക്കലും ഒരു പാറപ്പുറത്തിരുന്ന് വിശ്രമിക്കുമ്പോൾ അവിടെ ഒരു കുരമങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു നാരദൻ്റെ അടുത്ത്. അപ്പോൾ ഈ വീണ തൊട്ടപ്പോൾ നീയാണോ ഇത് എടുക്കുന്നത്, നിനക്ക് എന്താ പാടാൻ അറിയാമെന്ന് പറഞ്ഞ് നാരദൻ കളിയാക്കിയപ്പോൾ ആ വീണ എടുത്ത് നാരദനൊന്ന് അവിടുന്ന് എണീറ്റ് പോയപ്പോൾ ആ വീണ എടുത്ത് ഈ കുരങ്ങൻ പാടുന്ന കണ്ട് നാരദൻ അന്തം വിട്ടുപോയി. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ മല ഉരുകി വീണ ആ മലയുടെ താഴോട്ട് വീണുപോയി. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാതെ ഈ പാട്ട് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്ത ഗാനം കേൾക്കുകയും ചെയ്തപ്പോൾ അതോടുകൂടി ഇത് ഹനുമാൻജി ആണെന്ന് പറഞ്ഞ്
അവിടെ ഹനുമാൻജിയെ നമസ്കരിക്കുന്നതും ശക്തിയോടുകൂടി തന്നെ അത് തിരിച്ചു കൊടുക്കാൻ, ഏതൊരു സാധനം താഴോട്ട് പോയി തിരിച്ചു കൊടുക്കാനും ഹനുമാൻജി ഉണ്ടായിരുന്ന കാലത്ത് അത് കൊടുക്കുക, ആ വീണ തിരിച്ചെടുത്ത് നാരദന് കൊടുത്തൊരു കഥയും അങ്ങനെ ഒരുപാട് ശക്തിയുടെ ഇതിൻ്റെ പറയുമ്പോൾ, അതേപോലെ കുട്ടിക്കാലത്തിൻ്റെ നമ്മളുടെ ഹനുമാൻ ചലേസിയെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ തുളസീദാസിൻ്റെ ഹനുമാൻ ചലേസിയെ കേൾക്കുമ്പോൾ നമ്മൾ ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ച സൂര്യനിലേക്കുള്ള ദൂരം ശരിക്കും അക്കാലത്ത് ഹനുമാൻ ചലേസിയയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പിന്നെ പഴുത്ത മാമ്പഴമാണ് ആകാശത്ത് നിന്ന് നോക്കിയിട്ട് കണ്ട് സൂര്യനിലേക്ക് ഓടുന്ന ഹനുമാൻജിയുടെ കഥ ഏറ്റവും കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. അതാണ് ആ വരി. യുഗസഹസ്രയോജന പരഭാനു ലീലയോ തഹി മധുരഫലജാനു. അത് ഒരു യുഗത്തിൻ്റെ വർഷങ്ങളും, അതായത് 12,000 ദിവ്യ വർഷങ്ങൾ എന്നാണ് അത് വരുന്നത്. 320,000 വർഷങ്ങൾ, അതായത് 12,000 ദിവ്യ വർഷങ്ങൾ 360 മനുഷ്യവർഷങ്ങൾക്ക് തുല്യമാണ് ഒരു ദേവവർഷം. അങ്ങനെയെങ്കിൽ യുഗസഹസ്ര യോജന എന്ന് പറഞ്ഞാൽ 12,000 × 1000 യോജന, അതാണ് കണക്ക്. അപ്പോൾ യോജന എന്ന വേദിക് ദൂരം ഏകദേശം 8 മൈലാണ്. വേദിക് ദൂരമാണ് അവിടെ പറയുന്നത്. യുഗസഹസ്ര യോജന 12,000 × 1000 × 8, അതായത് 96 മില്യൺ മൈല്. ആ ദൂരം കിലോമീറ്ററിലേക്ക് മാറ്റിയാൽ 183.6 മില്യൺ കിലോമീറ്റർ എന്ന് കിട്ടും. ഇതന്നെയാണ് ഇന്ന് ലോകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പുരാണങ്ങൾ, ഭാരതത്തിൻ്റെ പുരാണങ്ങളിൽ എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, വേദങ്ങളിലും പുരാണങ്ങളിലും എഴുതിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇന്ന് ലോകത്തിൽ അതിൽ നിന്ന് എടുത്ത എന്ത് കാര്യം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നുള്ള ഒരു ആശയം കിട്ടിയാണ് നമ്മൾ ശാസ്ത്രം തെളിയിക്കാനും എല്ലാത്തിനും പോവുക. എന്ത് ക്ലൂ അതാണ്. അപ്പോൾ അത് ഹനുമാൻജിയിലേക്ക് തന്നെ വരാം നമുക്ക്. ഹനുമാൻജിയാണ് അപ്പോൾ ഏറ്റവും ശക്തനായി രാമൻ ഇവിടുന്ന് ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ കലികാലത്തിൽ പിന്നെ ത്രേതായുഗത്തിലും യുഗത്തിലുമെല്ലാം ജീവിച്ചിരുന്ന ഹനുമാൻജിയോട് ഈ ലോകത്തിൽ കലിയുഗത്തിൽ നീ ഇവിടെ തന്നെ വേണം പറഞ്ഞ് രാമൻ കൂട്ടിയിട്ട് പോവാതിരുന്ന ആ ഹനുമാൻജി എന്നും ഇവിടെ ഉണ്ട്. ജയ് ശ്രീറാം എന്ന വാക്ക് യൂസ് ചെയ്യണത് ആക്ച്വലി ഹനുമാൻജിയെ ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ രാമൻ്റെ പേര് കേൾക്കാത്ത, ശബ്ദം കേൾക്കാത്ത സമയത്ത് ഞാൻ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നുള്ളൊരു വാക്കും രാമൻ്റെ അടുത്ത് ഹനുമാൻജി കൊടുത്തിട്ടുണ്ട്. ജയ് ബജ്രംഗി ഭായ്ജാൻ.